അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയാം, ജി ശക്തിധരൻ. അന്ന് അദ്ദേഹം ദേശാഭിമാനിയിൽ ജോലി ചെയ്യാൻ മനോരമയുടെ ലെറ്റർ ഹെഡ് വ്യാജമായി ഉണ്ടാക്കിയതാണ് കേസ്. അത് തെളിയിക്കപ്പെട്ട കാര്യമാണ്. ജയരാജനെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കുറെ കാലമായി, വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇതുവരെയും വിജയിച്ചിട്ടില്ല. അതിന്റെ ഒരു ആവശ്യക്കാരൻ ആരാണ്? സംസ്ഥാന സെക്രട്ടറിയാണ്. സംസ്ഥാന സെക്രട്ടറി ഇ പി ജയരാജൻ എന്ന് പറയുന്ന അദ്ദേഹത്തെക്കാൾ വളരെ സീനിയർ ആയിട്ടുള്ള, അദ്ദേഹത്തെക്കാൾ പല നിലയിൽ സീനിയോറിറ്റി ഉള്ള ഒരാള് അവിടെ ഇരിക്കുന്നത് ബുദ്ധിമുട്ടാണ്. കേന്ദ്ര കമ്മിറ്റിയിൽ ഇരിക്കുന്നത് DC ബുക്സി അവരുടെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും തങ്ങൾ പ്രസിദ്ധീകരിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഇന്ന് രാവിലെ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിന്റെ PDF പുറത്തുവിട്ടിട്ടുണ്ടോ? പറയുന്ന ഇ പി ജയരാജന്റെ ആത്മകഥ എന്ന് പറയുന്ന സാധനം പ്രിന്റ് ചെയ്താൽ വാങ്ങിക്കാൻ ഒരാളുണ്ടാവുമോ? അതിന്റെ PDF സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുകയാണോ ചെയ്യുന്നത്? അപ്പൊ തീർച്ചയായിട്ടും ഇനി ഇ പി ജയരാജൻ ഒരു ആത്മകഥ എഴുതാൻ പ്രസിദ്ധീകരിച്ചിട്ട് അത് നാട്ടുകാർ വാങ്ങിക്കാനുള്ള സ്കോപ്പ് പോലും തകർക്കപ്പെട്ടിട്ടുണ്ട്. പിറകിൽ ചരട് വലിക്കുന്ന അധികാര കേന്ദ്രമുണ്ട്. ഇപ്പൊ കൈസൻ, മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം, ഈ പറയുന്ന ഹിന്ദുവിലെ അഭിമുഖം, ഇതിന്റെ ഒക്കെ പിറകിൽ ഒരു ശക്തി